കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ തിരുവചന പഠനത്തിലേക്ക് ഞാൻ നിങ്ങളെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ ഈ പഠനത്തിലുടനീളം നമ്മോടുകൂടെ ഉണ്ടായിരിക്കാൻ തക്കവണ്ണം നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിൻ്റെ വചനത്തിൽ നിന്നും പഠിക്കുമ്പോൾ അവിടുത്തെ കൃപയെ തന്ന് അത് മനസ്സിലാക്കുവാൻ, അതിന് പ്രകാരം ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ പഠനത്തിന് ആധാരമായി ഞാൻ 2 വാക്യങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ വാക്യം യോഹന്നാൻ്റെ സുവിശേഷം 4:16. 1 യോഹന്നാൻ 4:16. ഇവിടെ നാം വായിക്കുന്നത് ദൈവം സ്നേഹം തന്നെ എന്നാണ്. വളരെ മനോഹരമായ, എല്ലാവർക്കും അറിയാവുന്നതായ ഒരു വാക്യമാണ് ദൈവം സ്നേഹം തന്നെ എന്ന വാക്യം. എന്നാൽ അടുത്ത ഒരു വാക്യം എബ്രായ ലേഖനം 12:29. എബ്രായർ 12:29 നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ എന്ന് നാം വായിക്കുന്നുണ്ട്. ഒന്നാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ പറയാം, ദൈവം സ്നേഹം തന്നെ. രണ്ടാമത്തെ വാക്യം നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഇത് രണ്ടും കൂടെ വളരെ അധികം ചേർച്ചയില്ലായ്മ, പൊരുത്തക്കേട് ആയിട്ട് നമുക്ക് തോന്നുന്നില്ലേ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സ്നേഹവാനായ ദൈവത്തിന് എങ്ങനെ ദഹിപ്പിക്കുന്ന അഗ്നിയാകുവാൻ സാധിക്കും? സഹോദരങ്ങളെ, ത്രിയേക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ക്രിസ്ത്യാനികൾ. ദൈവീകത്വത്തിൽ 3 വ്യക്തികൾ ഉണ്ട്, ഏക ദൈവത്തിൽ 3 വ്യക്തികളുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. അതിൽ 3-ാമത്തെ വ്യക്തിയായ പരിശുദ്ധാത്മാവാണ് ക്രൈസ്തവ ലോകത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതായ വ്യക്തിത്വം. ദൈവിക വ്യക്തിത്വം ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് പരിശുദ്ധാത്മാവിൻ്റേതാണ്. പരിശുദ്ധാത്മാവിനെ പ്രാവ് എന്നും എണ്ണ എന്നും തീയ് എന്നും ഒക്കെ ദൈവത്തിൻ്റെ വചനത്തിൽ പ്രതീകാത്മകമായ വാക്കുകളാൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. തീയ്, എണ്ണ, വെള്ളം, ഇങ്ങനെയൊക്കെ പരിശുദ്ധാത്മാവിനെ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി വചനം വിവിധ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ തീയ് എന്നുള്ളതായ വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും അനേക വാക്യങ്ങൾ ഇതിന് ഉപോത്ബലകമായി വായിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3:24 നാം ഇപ്രകാരം വായിക്കുന്നു: ജീവൻ്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. വാളിൻ്റെ ജ്വാല, തീയുള്ളതായ വാള്. 3-ാമത്തെ ദൈവിക വ്യക്തിത്വതയാണ് നാം ഇവിടെ കാണുന്നത്, പരിശുദ്ധാത്മാവിനെ. ഉൽപ്പത്തി പുസ്തകം 15:17 നാം പ്രകാരം വായിക്കുന്നു: സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചൂള, ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്ന ഒരു പന്തം കടന്നുപോയി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ തീയ് എന്നുള്ളതായ പ്രതീകാത്മക നാമത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്ചര്യം ജനിപ്പിക്കുന്നതായ ഒരു വസ്തുതയാണ്. പുറപ്പാട് പുസ്തകം 3:2 യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിൽ നിന്നും അഗ്നിജ്വാലയിൽ മോശയ്ക്ക് പ്രത്യക്ഷനായതായി നാം വായിക്കുന്നു. മുൾപടർപ്പിന് തീ പിടിച്ചു, മുൾപടർപ്പ് കത്താതെ തീ കത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത് നാം വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2:3 അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു എന്ന് നാം വായിക്കുന്നു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന തീയ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, 3-ാമത്തെ വ്യക്തിത്വമായ ത്രിയേക ദൈവത്തിൻ്റെ 3-ാമത്തെ വ്യക്തിത്വമായ പരിശുദ്ധാത്മാവ്. മത്തായി 3:11 അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. അവൻ നിങ്ങളെ തീയിൽ സ്നാനം കഴിപ്പിക്കും. നിങ്ങളിൽ പലരും ജലസ്നാനം കഴിക്കപ്പെട്ടിട്ടുള്ളവരാണ് എന്നെനിക്കറിയാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ തീയിൽ സ്നാനം ഏറ്റിട്ടുണ്ടോ? യേശുക്രിസ്തു തീയിൽ മനുഷ്യരെ സ്നാനപ്പെടുത്തുന്നുണ്ട്, അത് നിങ്ങൾ മറക്കരുത്. തീയിലുള്ളതായ സ്നാനം നിങ്ങൾ പ്രാപിക്കണം. പ്രാപിച്ചിട്ടില്ലെങ്കിൽ 1 കൊരിന്ത്യർ 3:13 ഈ തീ ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ തീ എന്ന പ്രതീകാത്മക നാമത്തിൽ അറിയപ്പെടുന്നതായ ദൈവത്തിൻ്റെ ദൈവീകത്വത്തിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്ന് നാം
കാണാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. 1 കൊരിന്ത്യർ 3:13 അത് തീയോടെ വെളിപ്പെട്ട് വരും, ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്ന വിധം എന്ന് തീ തന്നെ ശോധന ചെയ്യും. തീ തന്നെ ശോധന ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പ്രവൃത്തികളെ, നാം ചെയ്യുന്നതായ പ്രവൃത്തികൾ ശരിയാണോ തെറ്റാണോ എന്നറിയുന്നതിന് നാം തീ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ രഹസ്യ പാപങ്ങളെ വെളിപ്പെടുത്തേണ്ടത്. നാം ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതായ ബോധ്യം നമുക്ക് തരേണ്ടത്. റോമാലേഖനം 7:24 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? ഞാൻ അരിഷ്ട മനുഷ്യനാണ്, എന്നിൽ മരണം നിലനിൽക്കുന്നു, പാപ സ്വഭാവം നിലനിൽക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് സംസാരിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. 1 തിമോത്തിയോസ് 1:15 ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ തക്കവണ്ണം ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസയോഗ്യവും എല്ലാവരും അംഗീകരിപ്പാൻ തക്കവണ്ണം സാധിക്കുന്ന വചനവും തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവത്തിലെ മൂന്നാമൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പാപബോധം ഉണ്ടാകുന്നത്. പാപിയാണ് ഞാൻ തെറ്റ് ചെയ്തു പോയി, എനിക്ക് ഏറ്റുപറയണം, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകണമെന്നുള്ളതായ ബോധ്യം നമുക്ക് തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. യെഹെസ്കേൽ പ്രവചനം 24:11 അതിൻ്റെ കറ ഒരു പാത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ പാത്രത്തിൻ്റെ കറ ഉരുകേണ്ടുന്നതിനും അതിൻ്റെ ക്ലാവ് ഇല്ലാതെയാകേണ്ടുന്നതിനും അത് ഒഴിച്ച് എടുത്ത് കനലിന്മേൽ ഉപയോഗിക്കുക. സഹോദരങ്ങളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊരു പാത്രമാണെങ്കിൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടേണ്ടതായ ഒരു പാത്രമാണെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ ക്ലാവുണ്ടെങ്കിൽ, നിങ്ങളുടെ ശരീരത്തിൽ ഉരുകി മാറേണ്ടതായ പാപം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവാകുന്ന കനലിന്മേൽ വയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നിങ്ങൾക്ക് ഉരുകി നല്ലവനായി തീരുവാൻ, സ്വർണം ഉരുകി അതിലെ മാലിന്യങ്ങൾ കടന്നുപോയി അത് പരിശുദ്ധിയുള്ളതായി തീരുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ പാപസ്വഭാവങ്ങളെ ഉരുക്കി മാറ്റിയതിന് ശേഷം യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഊതി കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിത്തീരുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മലാഖി പ്രവചനം 3:2-3 അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിക്കുന്നു എന്ന് നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ ജനത്തെ ശുദ്ധീകരിക്കുന്നതായ ജോലിയിലാണ് പരിശുദ്ധാത്മാവ് ഏർപ്പെട്ടിരിക്കുന്നത്. നാം ശുദ്ധീകരിക്കപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? യെശയ്യാവ് പ്രവചനത്തിൽ യെശയ്യാവിൻ്റെ അനുഭവം 6-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ളതായ വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സെറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് ഒരു കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് എൻ്റെ വായിൽ പിടിച്ചു, എൻ്റെ എടുത്ത കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്ന് അതെൻ്റെ വായ്ക്ക് തൊടുവിച്ചു എന്ന് നാം വായിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എടുത്തുകൊണ്ട് യെശയ്യാവിൻ്റെ വായ്ക്ക് തൊടുവിക്കുകയാണ് ഒരു ദൂതൻ. എന്നിട്ട് പറയുകയാണ്, ഇത് നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ, ഈ പരിശുദ്ധാത്മാവാകുന്ന കനൽ നിൻ്റെ അധരങ്ങളെ തൊട്ടതിനാൽ എന്തു സംഭവിച്ചു? നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു, നിൻ്റെ അകൃത്യം നീങ്ങി. നീ ചെയ്തു കൂട്ടിയതായ ഒരു ജീവിതത്തിൽ നീ ചെയ്തു കൂട്ടിയതായ അസൂയയ്ക്കും തെറ്റുകൾക്കും പാവിഷ്ഠാനത്തിനും പാപങ്ങൾക്കും ക്രൂരതയ്ക്കും പറഞ്ഞു പോയിട്ടുള്ളതായ കള്ളത്തരങ്ങൾക്കും മോഷണങ്ങൾക്കും ഒക്കെയും പരിഹാരം വന്നിരിക്കുന്നു. കാരണം എന്താ? ആരോ നിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിരിക്കുന്നു. നീ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെയും അവൻ പേയ്മെൻറ്റ് അവൻ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു, കൊടുക്കാനുള്ളതൊക്കെയും കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ വായിക്കുന്നത്. എത്രയോ ആശ്വാസകരമായ ആനന്ദദായകമായ ഒരു വചനമാണിത്. ഞാൻ ഒന്നുകൂടെ വായിക്കാം. നിൻ്റെ അകൃത്യം നീങ്ങി, നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമുക്കറിയാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം ശിംശോനെ കുറിച്ച് വായിക്കുന്നു. ശിംശോൻ ഒരു സ്ത്രീയാൽ
കെട്ടപ്പെട്ടതായ ഒരു അവസ്ഥ, അവനെ ഒരു ചരട് കൊണ്ട്, ഒരു കയറ് കൊണ്ട് ഒരു സ്ത്രീ ബന്ധിക്കുന്നതായ അവസ്ഥ നമുക്കറിയാം. എന്നിട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം 16:9 വാക്യത്തിൽ, ഉടനെ അവൻ തീ തൊട്ട ചണൽ നൂല് പോലെ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞു എന്ന് വായിക്കുന്നു. തീ തൊട്ട ചണൽ നൂൽ പോലെ അവനെ കെട്ടിവെച്ചിരുന്നതായ കയറ് തീ തൊട്ടതുപോലെ, തീ കൊണ്ട് തൊട്ടതുപോലെ പൊട്ടിപ്പോയി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ അനേക ബന്ധനങ്ങളുണ്ട്, പാപത്തിൻ്റെ ബന്ധനങ്ങൾ, അനേക കയറുകളാൽ കെട്ടപ്പെട്ടവരാണ് നാം. ഇന്ന് പകൽക്കാലം നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യമില്ലേ? പാപങ്ങളിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യമില്ലേ? നമ്മളുടെ രഹസ്യ പാപങ്ങൾ, നമ്മളെ വീണ്ടും വീണ്ടും നാം ചെയ്യാൻ ആഗ്രഹിക്കാത്തതായ പാപങ്ങളിലേക്ക്, എനിക്കിതിൽ നിന്ന് മോചനം വേണം എന്ന് നാം ആഗ്രഹിക്കുന്ന പല പാപങ്ങളിലേക്കും പിശാച് നമ്മെ നിരന്തരമായി തള്ളിക്കൊണ്ടു പോകുന്നുണ്ട്. വീണ്ടും വീണ്ടും നമ്മെ കൊണ്ടത് ചെയ്യിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളതായ പാപങ്ങളിൽ നിന്നും മോചനം, പരിപൂർണമായ മോചനം പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം, പരിശുദ്ധാത്മാവിൻ്റെ തൊടൽ, തീയുടെ തൊടൽ നമുക്ക് ആവശ്യമാണ്. ആ തീ നമ്മളെ തൊട്ടെങ്കിൽ മാത്രമേ ബന്ധിക്കപ്പെട്ടിരിക്കുന്നതായ കയറുകൾ പൊട്ടുകയുള്ളൂ. ആ കയറുകൾ പൊട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യമില്ലേ എന്ന് ഞാൻ ചോദിക്കുകയാണ്. യെശയ്യാ പ്രവചനം 64 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങളിൽ, തീയിൽ ചുള്ളി കത്തുന്നത് പോലെ, തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെ മലകൾ നിൻ്റെ മുൻപിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് വായിക്കുന്നു. യെശയ്യാവ് 44:16 അതിൽ ഒരംശം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു, ഒരംശം കൊണ്ട് ഇറച്ചി ചുട്ടു തിന്നുന്നു. അങ്ങനെ അവൻ ചുട്ടു തിന്ന് തൃപ്തനാകുന്നു. അവൻ തീ കാഞ്ഞു. എന്നിട്ട് പറയുകയാണ്, നല്ല തീയ് കുളിർ മാറി എന്ന് പറയുന്നു. നല്ല തീയ് കുളിർ മാറി എന്ന് പറയുന്നു. സഹോദര സഹോദരി, നിൻ്റെ ആത്മീക ജീവിതം കുളിർ ഏറി തണുത്ത് നീ ഒരു വലിയ പുതപ്പിനടിയിലാണ് ജീവിക്കുന്നതെങ്കിൽ, ആത്മീക ജീവിതത്തിൽ ഒരു വലിയ പുതപ്പ് നിന്നെ മൂടിയിട്ടുണ്ടെങ്കിൽ നിനക്ക് തീ കായലിൻ്റെ ആവശ്യമുണ്ട്. നീ പരിശുദ്ധാത്മാവാകുന്ന തീയുടെ അടുത്തേക്ക് പോയി തീ കാഞ്ഞ് കുളിർ മാറി, എൻ്റെ കുളിർ മാറി എന്ന് പറയേണ്ടത് ഇന്ന് പകൽക്കാലം വളരെയധികം ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 4 അതിൻ്റെ 8 മുതൽ 14 വരെയുള്ളതായ ഭാഗങ്ങൾ എനിക്ക് വായിക്കാൻ സാധിക്കില്ല. എങ്കിലും അപ്പോസ്തലനായ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് എന്ന് തുടങ്ങുന്നതായ ഒരു ഭാഗമാണത്. അപ്പോസ്തലനായ പത്രോസ് പരിശുദ്ധാത്മാവ് നിറയപ്പെട്ടപ്പോൾ, പരിശുദ്ധാത്മാവിനാൽ പത്രോസ് അപ്പോസ്തലൻ നിറയപ്പെട്ടപ്പോൾ അവൻ ധൈര്യശാലിയായി മാറുന്നത് നാം കാണുന്നു. എത്രയോ ഭീരുവായി യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതായ സമയത്ത് യേശുക്രിസ്തുവിൻ്റെ അടുത്തുനിന്ന് ഓടിപ്പോയതായ ഒരു വ്യക്തിയാണ് ഇന്ന് ജനസമൂഹത്തിൻ്റെ മുമ്പിൽ യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ടവനായി യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റതായ യേശുക്രിസ്തുവിനെ, സ്വർഗാരോഹണം ചെയ്തതായ യേശുക്രിസ്തുവിനെ ധൈര്യത്തോടുകൂടെ പ്രസ്താവിക്കുന്നത്. സങ്കീർത്തനം 68:2 നാം ഇപ്രകാരം വായിക്കുന്നു, പുക പതറിപ്പോകുന്നത് പോലെ നീ അവരെ പതറിക്കുന്നു, തീയിങ്കൽ മെഴുക് ഉരുകുന്നത് പോലെ ദുഷ്ടന്മാർ ദൈവസന്നിധിയിൽ നശിക്കുന്നു. ഞാൻ പറയട്ടെ, നീ ഇന്ന് പകൽക്കാലം ഒരു ദുഷ്ടനാണെങ്കിൽ, നീ ഇന്ന് പകൽക്കാലം ഒരു പാപിയാണെങ്കിൽ, ഈ പരിശുദ്ധാത്മാവിൻ്റെ മുൻപിൽ ഒരു മെഴുക് പോലെ നീ വന്ന് ഇരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നീ ഉരുകി തീരട്ടെ. നിന്നിലെ ദുഷ്ടത, നിന്നിലെ പാപപ്രവൃത്തികൾ, മോശകരമായിട്ടുള്ളതായ എല്ലാവിധ ചിന്തകളും ഉരുകി മാറിയതിന് ശേഷം നീ ദൈവത്തിനും നിൻ്റെ കുടുംബത്തിനും ദൈവസഭയ്ക്കും സമൂഹത്തിനും ഒരു നല്ല മനുഷ്യനായി, ഒരു മുതൽക്കൂട്ടായി മാറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 21:9 കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു എന്ന് നാം വായിക്കുന്നു. കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. നാം തീയിൽ വെച്ചിരിക്കുന്നതായ ഭക്ഷണം ഇന്ന് പകൽക്കാലം കഴിക്കേണ്ടതായിട്ടുണ്ട്. തീക്കനലിന്മേൽ വെച്ചിരിക്കുന്നതായ മീന്, തീക്കനലിന്മേൽ വെച്ചിരിക്കുന്നതായ അപ്പം നാം എടുത്ത് ധാരാളം ഭക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് വേവിച്ച് തരുന്നതായ ഭക്ഷണം, അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുമാണ് ഒരു ക്രിസ്ത്യാനി അവൻ്റെ ഭക്ഷണം കണ്ടെത്തേണ്ടത്. അല്ലാതെ ടെലിവിഷനിൽ വരുന്നതായ കോമഡി പരിപാടികളിൽ നിന്നല്ല, സിനിമയിൽ നിന്നല്ല. ഈ ലോകം തരുന്നതായ സന്തോഷങ്ങളല്ല ഒരു ക്രിസ്ത്യാനിയുടെ സന്തോഷം. വളരെ പരിതാപകരം
എന്ന് പറയട്ടെ, വളരെ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഇന്ന് ലോകത്തിൽ ക്രൈസ്തവ സമൂഹം, ദേവാലയങ്ങളിൽ പോകുന്നതായ ക്രൈസ്തവ സമൂഹം ദൈവീകത്വത്തിൽ നിന്ന് മാറി, ആത്മീയതയിൽ നിന്ന് മാറി, പ്രാർത്ഥനയിൽ നിന്ന് മാറി, പാട്ടുകൾ പാടുന്നതിൽ നിന്ന് മാറി, കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് മാറി, അവരുടെ ജീവിതത്തിൽ അല്പസമയം കിട്ടിയാൽ ഈ തമാശകൾ, ദൈവീകത്വത്തിന് നിലവാരമില്ലാത്ത തമാശകൾ പറയുന്നതായ ടെലിവിഷൻ്റെ മുമ്പിലിരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെലിവിഷൻ കാണരുത് എന്നല്ല ഞാൻ പറയുന്നത്. ടെലിവിഷൻ കാണുന്നതിലും ലൗകികമായ കാര്യങ്ങൾ ചെയ്യുന്നതിലും നമുക്കൊരു നിയന്ത്രണമുണ്ടാകണം. അതൊന്നും നമ്മുടെ ആത്മീക ജീവിതത്തെ തിന്നുകളയുവാൻ തക്കവണ്ണം ഒരിക്കലും പാടില്ല. ലോകം, നമ്മുടെ ദേശത്ത് ധനം, പണം എത്തുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൽ ജീവിച്ചതായ മനുഷ്യരെ, ക്രൈസ്തവ സഹോദരങ്ങൾ, അവരേത് സഭയിൽപ്പെട്ടവരായിരുന്നാലും രാവിലെ എഴുന്നേറ്റ്, എനിക്കറിയാം എൻ്റെ അയൽവക്കത്തുള്ളതായ വ്യക്തികളൊക്കെയും ക്രൈസ്തവ സഹോദരങ്ങൾ ഇതര സഭകളിൽ വിശ്വസിക്കുന്നവരാണ്. മറ്റ് സഭകളിലൊക്കെയും എൻ്റെ സഭയിൽ നിന്നും വരുന്ന ആൾക്കാരല്ല. അവരൊക്കെയും രാവിലെ എഴുന്നേറ്റിരുന്ന് മനോഹരമായ ഗാനങ്ങൾ പാടി, ദൈവവചനം വായിച്ച്, അവരുടെ ഭാര്യയോടും അവരുടെ കുഞ്ഞുങ്ങളോടും ചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്നതായ ഒരു സംഗതി, ശബ്ദം ഞാൻ എൻ്റെ ഭവനത്തിലിരുന്ന് വളരെയധികം കേട്ടിട്ടുള്ളതായ ഒരു വ്യക്തിയാണ്. എന്നാൽ ഇന്ന് അങ്ങനെയുള്ളതായ ഒരു സംഗതി നാം നമ്മുടെ നാട്ടിൽ വളരെ ചുരുക്കമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. മനുഷ്യന് തിരക്കാണ്, മനുഷ്യൻ ഓടി നടക്കുകയാണ്. അവന് സമയമുണ്ടെങ്കിൽ പള്ളിയിലൊന്ന് പോകും, വൈകിട്ട് സമയമുണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കും. അതല്ലാതെ പലരും പ്രാർത്ഥന എന്ന് പറയുന്നതായ സ്വഭാവം അവരുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ജീവിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 78:14 നാം ഇപ്രകാരം വായിക്കുന്നു: പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും പരിശുദ്ധാത്മാവ് കൊണ്ടും അവരെ നടത്തി. അങ്ങനെ വായിക്കാനാണ് എനിക്ക് താല്പര്യം. യഥാർത്ഥത്തിൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവനും അഗ്നിപ്രകാശം കൊണ്ടും അവരെ നടത്തി എന്നാണ്. എന്താണ് ഈ അഗ്നിപ്രകാശം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്നും ഇസ്രായേലിലേക്ക്, കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ രാത്രികാലം മുഴുവനും നടന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിലാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൽ നടക്കുന്ന ഒരു അനുഭവം ക്രിസ്ത്യാനിയാണെങ്കിൽ നിനക്കും എനിക്കും വളരെയധികം ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു എന്ന്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി വരുന്നു എന്ന് നാം യോഹന്നാൻ്റെ സുവിശേഷം 9:4 വായിക്കുന്നു. സഹോദരങ്ങളെ, മിസ്രയീമിൽ നിന്നും ദൈവത്തിൻ്റെ ജനം കനാൻ ദേശത്തേക്ക് പോയപ്പോൾ രാത്രി സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം അവർക്കിടയാക്കിയെങ്കിൽ, ഇന്ന് പകൽക്കാലം ഇന്ന് നാം ജീവിക്കുന്നത് സൂര്യൻ പ്രകാശിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കാത്ത അന്ധകാരം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അന്ധകാരം നിറഞ്ഞ ദൈവീകത്വം കുറഞ്ഞു വരുന്നതായ ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം അനുഭവിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നാം പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൽ നടക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലുകൾക്ക് ദീപമായി, നമ്മുടെ പാതയ്ക്ക് വിളക്കായി നമ്മെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 20:9 അങ്ങനെ 11-ാം മണി നേരത്ത് വന്നവർ ചെന്ന് ഓരോ വെള്ളിക്കാശ് വാങ്ങി. 5-ാം മണി നേരത്ത് വന്നവനും പോയി ഒരു വെള്ളിക്കാശ് വാങ്ങി എന്ന് നാം കാണുന്നു. 12-ാം മണി നേരം 1, 2, 3, 4, 5 5-ാം മണി നേരം ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സൂര്യൻ അസ്തമിക്കുവാൻ തക്കവണ്ണം പോവുകയാണ്. രാത്രി വരുവാൻ തക്കവണ്ണം പോവുകയാണ്. പ്രകാശം ഇല്ലാതാകുവാൻ തക്കവണ്ണം പോവുകയാണ്. 5-ാം മണി നേരത്ത് ജോലിക്ക് പോകുന്നതായ മനുഷ്യരാണ് നാം ജീവിക്കുന്നത്. സൂര്യൻ ഈ ലോകത്തിൽ നിന്നും, ആത്മീയ ലോകത്തിൽ നിന്നും സൂര്യൻ അസ്തമിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ആത്മീയ അന്ധകാരം ലോകത്തെ മൂടുവാൻ തക്കവണ്ണം പോകുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ തക്കവണ്ണം സൂര്യൻ പൊക്കോട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രകാശിപ്പിക്കും, എനിക്ക് വഴി കാണിച്ചു തരുമെന്ന് പറയുവാൻ, ആ വിശ്വാസത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭവനത്തിൽ വെളിച്ചമുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശോഭയുണ്ടോ? നിങ്ങളെ കാണുന്നവർക്ക് നിങ്ങളുടെ മുഖത്ത് പ്രകാശം കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭവനം
മലമേൽ ഇരിക്കുന്ന ഒരു വിളക്ക് പോലെ ദൂരത്തു നിന്നും, അന്ധകാരത്തിൽ ജീവിക്കുന്ന വ്യക്തിക്ക് ദൂരത്തു നിന്നും നിങ്ങളുടെ ഭവനത്തെ ദർശിക്കുവാൻ തക്കവണ്ണം സാധിക്കുമോ? അങ്ങനെ സാധിക്കുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്രൈസ്തവ ലോകത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉണ്ടാകുകയുള്ളൂ. നാം ദൈവത്തെ അറിഞ്ഞാൽ മാത്രം പോരാ, നാം ദൈവത്താൽ അറിയപ്പെടുന്നവരായിരിക്കണം. നാം ദൈവത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ, ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവരായിരിക്കണം. നാം സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായിരിക്കണം. നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമായിരിക്കണം. ഇതൊക്കെയും നമുക്ക് സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, തീയാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് പറയുകയാണ്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് ആയിരുന്നു എന്ന്. യോഹന്നാനെക്കുറിച്ച്, സ്നാപക യോഹന്നാനെക്കുറിച്ച് കർത്താവ് പറയുന്നത് അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്ക് ആയിരുന്നു എന്നാണ്. നിങ്ങളെക്കുറിച്ച്, ഇന്ന് പകൽക്കാലം നിങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ഒരു വ്യക്തി അവൻ പ്രകാശമുള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവൻ പ്രകാശമുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ പേര് പറഞ്ഞതിന് ശേഷം, ഓ, ആ മനുഷ്യൻ നല്ല മനുഷ്യനാണ്, പ്രകാശമുള്ള വ്യക്തിയാണ്, അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, അവൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവനാണ്, ദൈവിക കൽപ്പനകളെ അനുസരിക്കുന്നവനാണ്, ദൈവത്തിൻ്റെ പാതകളെ പിൻപറ്റുന്നവനാണ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മനുഷ്യർ നമ്മളെക്കുറിച്ച് നല്ലത് പറയട്ടെ, ദൈവം നമ്മളെക്കുറിച്ച് നല്ലത് പറയട്ടെ, ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുകൾ രേഖപ്പെടുത്തപ്പെടട്ടെ. ഈ തീ എന്ന് പറയുന്നത് മനുഷ്യനെ പ്രകാശിപ്പിക്കുന്ന ഒന്നാണ്. തീ എന്ന് പറയുന്നത് മനുഷ്യന് ശക്തി കൊടുക്കുന്നതായ ഒന്നാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്നതായ സകല യന്ത്ര സാമഗ്രികളും തീ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. നാം രാവിലെ നമ്മുടെ കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കാറിൽ തീ കത്തുന്നത് കൊണ്ടാണ് അതിൻ്റെ യന്ത്രം പ്രവർത്തനക്ഷമം ആയിത്തീരുന്നത്. അതിൽ തീ കത്തിക്കുവാൻ അവിടെ ബാറ്ററിയും അവിടെ അതിനകത്തെ എണ്ണയും ഒക്കെ നാം ഒഴിച്ച് ശരിയാക്കി വെച്ചിരിക്കുകയാണ്. രാവിലെ അതിനകത്തേക്ക് നാം താക്കോലിട്ട് തിരിക്കുമ്പോൾ അതിനകത്ത് തീ പിടിക്കുന്നത് കൊണ്ടാണ് അത് കത്തുന്നത്. അതിൻ്റെ പുറകിൽ കൂടെ പുക പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തീയുണ്ടെങ്കിൽ മാത്രമേ ഈ വാഹനം മുൻപോട്ട് പോകത്തുള്ളൂ. ക്രൈസ്തവ ജീവിതത്തിൽ പ്രിയ സഹോദര സഹോദരി, നിൻ്റെ ക്രൈസ്തവ ജീവിതം സുഗമമായി മുൻപോട്ട് പോകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവാകുന്ന തീ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവാകുന്ന തീ ഉണ്ടാകണമെങ്കിൽ യാക്കോബിനെ പോലെ, കർത്താവേ, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ, നിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നിട്ടല്ലാതെ ഇന്നെന്നെ പിരിഞ്ഞു പോകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അനുവദിക്കുകയില്ല എന്ന് നാം ദൈവത്തോട് പറയേണ്ടതായിട്ടുണ്ട്. അന്ത്യകാലത്ത് ജീവിക്കുന്നതായ നാം, നമ്മുടെ കർത്താവ് എത്രയും വേഗം വരുവാൻ തക്കവണ്ണം പോവുകയാണ്. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു, സകല കണ്ണും അവനെ കാണും എന്നുള്ളതായ വാക്യം നമുക്കറിയാം ദൈവത്തിൻ്റെ വചനത്തിലുള്ളത്. മേഘാരൂഢനായി സകലരാലും കാണപ്പെടുന്നവനായി യേശു ക്രിസ്തു മഹാ തേജസ്സോടുകൂടെ പ്രത്യക്ഷപ്പെടുവാൻ തക്കവണ്ണം പോവുകയാണ്. ഈ ലോകത്തിൽ നാം അനുഭവിച്ചതായ കഷ്ടതകൾക്ക്, നാം അനുഭവിച്ചതായ വേദനകൾക്ക്, നൂറ്റാണ്ടുകളായി നാം അനുഭവിച്ച പല കാരണങ്ങളാൽ, ഭാഷയുടെയും ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ നിന്ദകളൊക്കെയും അവസാനിപ്പിച്ചുകൊണ്ട് ഇതിനൊക്കെയും അവസാനം വരുത്തുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു അതിവേഗം ഈ ലോകത്തിലേക്ക് വരുവാൻ തക്കവണ്ണം പോവുകയാണ്. നമുക്കും പോകണ്ടേ? പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി നമുക്ക് ജീവിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ തീ ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ വചനത്തെ കേട്ടതായ നിൻ്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. അടിയങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവുന്ന തീയെ തന്ന് അടിയങ്ങളെ പ്രകാശമുള്ളവരാക്കി മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കുന്നതായ ഈ ദൈവവചനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ അറിയിക്കുക. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നതായ വിലാസത്തിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ നടത്തുന്നതായ ഈ സുവിശേഷ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.